ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനോദ് മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട് ഏട്ടത്തിക്ക് ഷോക്ക് ആയിട്ടതുപോലെ ശരിക്കും ഒരു ഷോക്ക് ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സങ്കടം ഏട്ടത്തിക്ക് ഉണ്ടെന്ന് മഹേഷിനോട് പറയുമ്പോൾ മഹേഷ് അപ്പം തന്നെ തിരിച്ചു പോരാനായിട്ടുള്ള പ്ലാൻ ഇടുകയാണ്. ഇതേ സമയം കൈലാസ് ആണെന്നുണ്ടെങ്കിലും മഞ്ജിമനെ അമ്മേനെയും കൂടി തിയേറ്ററിലേക്ക് പോകുകയാണ്. അവരെ തിയേറ്ററിൽ ഇരുത്തിയതിന് ശേഷം അവിടെ നിന്ന് മുങ്ങാണ് കൈലാസ്. കാരണം ഇഷിത മാത്രമേ ഉള്ളൂ എന്ന് കൈലാസിന് അറിയാം. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് റൂമിൽ കയറിയ സമയത്ത് തന്നെ പിന്നെ റൂമിന്റെ ഉള്ളില് കൈലാസ് ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ കൈലാസ് വന്ന് പിന്നിൽ കൂടെ പിടിക്കാൻ പോകുമ്പോ ഇഷിത ആകെ ഞെട്ടിത്തെരിക്കാനായിട്ട് കൈലാസിനെ കണ്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇഷിതിനെ പിടിച്ച് വലിച്ച് കൈലാസ് താഴത്തേക്ക് തള്ളിയിടാണ്. അപ്പൊ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ശരീരം അടിച്ച് താഴ്ത്ത് നിലത്തേക്ക് അങ്ങനെ വീണ് പോകുന്നുണ്ട്. അതിന് ശേഷം ഇഷിത എഴുന്നേറ്റ് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതേ സമയം തന്നെ കറക്റ്റ് ആയിട്ട് മഹേഷ് എത്തുന്നുണ്ട് കേട്ടോ ഫ്ലാറ്റിലേക്ക്. അത് ഒരു ഭാഗം കൂടി പ്രമോൽ കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കൈലാസിന്റെ കയ്യിൽ നിന്ന് ഇഷിതനെ രക്ഷിക്കുന്നത് മഹേഷ് തന്നെയാണ്. അപ്പൊ കൈലാസിന്റെ അടപ്പ് ഊരിയിട്ടുണ്ടാവും. എന്തായാലും നല്ല അടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ടാവും മഹേഷ്. ഇതേ സമയം നമ്മുടെ മഞ്ജിമയും അമ്മയും കൂടിയിട്ട് സിനിമ കണ്ട് തിരികെ വരികയാണ്. അപ്പൊ കൈലാസിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, അത് നല്ല ആളാണ്, ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഏട്ടൻ ഇങ്ങോട്ട് പോകുന്നോന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഭാഗം കൂടി പ്രമോല് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൈലാസിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്ന ഒരു ഭാഗം കൂടി നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവും. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.